നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസ് ആരംഭിക്കുന്നു. പൊതുവ്യക്തി നിയമത്തിൽ എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിൽക്കണമെന്ന് മുസ്ലിം ലീഗ്. മതേതര ജനാധിപത്യ വിശ്വാസികളെ ഒരുമിപ്പിക്കാൻ സംവാദം നടത്തും. ലോ കമ്മീഷൻ വന്നാൽ കമ്മീഷന് മുൻപിൽ ആവശ്യങ്ങൾ അവതരിപ്പിക്കുമെന്നും ലീഗ് നേതൃത്വം. പല പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എല്ലാം മതേതര കക്ഷികളെയും അതുപോലെ തന്നെ മതേതര കാഴ്ചപ്പാടുള്ളവരെയും സംഘടനകളെയും ഒക്കെ യോജിപ്പിക്കാൻ വേണ്ടിയാണ്. ഇന്ത്യക്ക് തന്നെ യോജിക്കാത്ത, ഇന്ത്യൻ സംസ്കാരത്തിനും ഇന്ത്യയിലെ ജീവിതത്തിനും യോജിക്കാത്ത, വിവിധ സമുദായങ്ങളെ മുഴുവൻ ബാധിക്കുന്ന, ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കെതിരായ ഒരു നിയമമായി യൂണിഫോം സിവിൽ കോഡ് മാറും. അതാണ് ഈ മീറ്റിങ്ങിൻ്റെ അഭിപ്രായം. അതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളുമായിട്ട് സംസാരിക്കും, അതുപോലെ മറ്റ് സംഘടനകളുമായിട്ട് സംസാരിക്കും. കേരളത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. CV അനുമോദ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനുമോദ്, ഇന്നലെ തന്നെ BJP ഇതര പാർട്ടികൾ കേരളത്തിൽ ഒരുമിച്ച് നിൽക്കും ഈ വിഷയത്തിൽ എന്ന ശുഭപ്രതീക്ഷയായിരുന്നു ലീഗ് മുന്നോട്ട് വെച്ചത്. എന്ത് നീക്കമാണ് ലീഗിന്റെ ഭാഗത്ത് നിന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത്? ഇന്ന് ചേർന്ന ദേശീയ സമിതി യോഗത്തിൽ മുഖ്യമായിട്ടും ബില്ല്, ഈ യൂണിഫോം സിവിൽ കോഡ് ബില്ലായിട്ട് വരുമ്പോൾ എങ്ങനെ ഇതിനോട് പ്രതികരിക്കണം, അല്ലെങ്കിൽ ഇതിനെതിരെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന കാര്യങ്ങളാണ് ആലോചിച്ചത്. ആദ്യമായിട്ട് ഈ വിഷയത്തിൽ എല്ലാ പ്രതിപക്ഷ കക്ഷികളുടെയും ഒരു കൺസോർഷ്യം അല്ലെങ്കിൽ ഒരു അഭിപ്രായ രൂപീകരണത്തിനാണ് ലീഗ് ശ്രമിക്കുക. പക്ഷേ ബില്ല് വന്നതിന് ശേഷം മാത്രമേ, ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ കടക്കുകയുള്ളൂ. അതിന് മുന്നോടിയായിട്ട് മറ്റു പാർട്ടികളുടെ അഭിപ്രായ രൂപീകരണം നടത്തും. അതോടൊപ്പം തന്നെ സംവാദങ്ങൾ, ഇത് വിഷയവുമായി ബന്ധപ്പെട്ട സംവാദങ്ങൾ കൊച്ചിയിലും കോഴിക്കോട്ടും ഡൽഹിയിലും സംഘടിപ്പിക്കും. ഈ ബില്ലിന്റെ വിശദാംശങ്ങൾ അറിഞ്ഞതിന് ശേഷം അടുത്ത നടപടി എന്തെന്ന് തീരുമാനിക്കാം. അതുവരെ കരുതലോടെ നീങ്ങണം എന്നൊരു നിലപാടാണ് ലീഗ് കൈക്കൊണ്ടിരിക്കുന്നത്. കാരണം ലീഗ് വളരെ നേരത്തെ ഇതിനെതിരെ രംഗത്ത് വരികയാണെങ്കിൽ അത് ഒരു പക്ഷേ തിരിച്ചടി അയക്കുമോ എന്നൊരു ആശങ്ക ലീഗിനുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് BJP നടത്തുന്ന ഒരു രാഷ്ട്രീയ നീക്കമായിട്ടാണ് ഈ ഒരു പ്രധാനമന്ത്രി പ്രസംഗത്തെ ലീഗ് കാണുന്നത്. ലീഗ് ഇപ്പോൾ തന്നെ ശക്തമായി പ്രതികരിച്ച് പ്രതിഷേധം അറിയിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ അത് BJP രാഷ്ട്രീയ ആയുധമാകുമോ എന്നൊരു ആശങ്കയും ലീഗിനുണ്ട്. അതുകൊണ്ട് തന്നെ ബില്ല് വന്നതിന് ശേഷം അതിനെ പഠിച്ച് വളരെ വിശദമായിട്ട് പഠിച്ച് വ്യക്തമായി പ്രതികരണം നടത്താം. അതിനു മുൻപ് പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യം, അഭിപ്രായ രൂപീകരണം ഇവ നടത്തണം. അതോടൊപ്പം തന്നെ ഇതിനെതിരെ സംവാദങ്ങൾ സംഘടിപ്പിക്കണം എന്നാണ് ഇപ്പോൾ ലീഗിന്റെ ദേശീയ സമിതി യോഗത്തിന് ശേഷം തീരുമാനങ്ങളായി നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളാണ് CV അനുമോദ് മലപ്പുറത്ത് നിന്നും നൽകിയത്. പൊതുവ്യക്തി നിയമം മതേതരത്വത്തിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താൻ പാടില്ലെന്ന് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ. അങ്ങനെയുണ്ടായാൽ ഭാരത സംസ്കാരത്തിന്റെ നാരായ വേരിന് കത്തിവെക്കുന്നതാകും. സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ടോയെന്ന് ഇപ്പോൾ പറയാനായിട്ടില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. കൊച്ചിയിൽ മാധ്യമപ്രവർത്തകർക്ക് മോശം സന്ദേശം അയച്ച PDP സംസ്ഥാന ജനറൽ സെക്രട്ടറി നിസാർ മേത്തർ കസ്റ്റഡിയിൽ. ഇയാളുടെ ഫോൺ പിടിച്ചെടുത്തു. പരാതിക്കാരിയുടെ പേര് വിവരങ്ങൾ നിസാർ മേത്തർ ഇന്ന് പുറത്തുവിട്ടിരുന്നു. IPC 354 വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. NCP ജനറൽ ബോഡി യോഗത്തിൽ തർക്കം. തോമസ് കെ തോമസ് MLA പ്രസംഗിക്കുമ്പോഴാണ് വാക്കേറ്റം ഉണ്ടായത്. PC ചാക്കോ അനുകൂലികൾ തോമസ് കെ തോമസിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തി. തോമസ് കെ തോമസ് വിഭാഗം ഇറങ്ങിപ്പോയി. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. ദിനേശ്, എന്തായിരുന്നു ഈ പ്രതിഷേധത്തിന് കാരണം? അഭിലാഷ്, NCP സംസ്ഥാന ജനറൽ ബോഡി ഇപ്പോൾ എറണാകുളത്ത് തുടരുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിൽ PC ചാക്കോയും തോമസ് കെ തോമസും തമ്മിലുള്ളൊരു വാക്ക് തർക്കമുണ്ടായത്. അതായത് ആലപ്പുഴ ജില്ലാ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഒരു തർക്കം ഇതിനു മുൻപ് തന്നെ നിലനിന്നിരുന്നു. PC ചാക്കോയും തോമസ് കെ തോമസും ഓരോ സ്ഥാനാർത്ഥികളെ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഇതിനെ തുടർന്നുണ്ടായ തർക്കം ശരത് പവാർ ഇടപെട്ട് ഒത്തുതീർക്കുന്ന ഒരു സന്ദർഭമുണ്ടായിരുന്നു. PC ചാക്കോ മുന്നോട്ട് വെച്ചൊരു സ്ഥാനാർത്ഥിയാണ് ശരത് പവാർ അനുകൂലിച്ചത്. ഇതിനെ തുടർന്ന്
ഇവർക്കിടയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് ചേർന്ന സംസ്ഥാന ജനറൽ ബോഡിയിലും ഈ വിഷയം തോമസ് കെ തോമസ് ഉന്നയിച്ചു. എന്നാൽ ഇത് ശരത് പവാർ ഇടപെട്ട് കേന്ദ്ര നേതൃത്വം ഇടപെട്ട് ഒത്തുതീർത്തൊരു പ്രശ്നമാണ്. അത് ജനറൽ ബോഡിയിൽ ഉന്നയിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു നിലപാട് PC ചാക്കോ എടുത്തിരുന്നു. ഇതിനെതിരെ പരസ്യമായി തന്നെ തോമസ് കെ തോമസ് യോഗത്തിൽ വിമർശനം ഉന്നയിച്ചു. PC ചാക്കോ ഒരു ഏകാധിപതിയെ പോലെ പെരുമാറുന്നു. 2 MLA-മാരും അതിലൊരാൾ മന്ത്രിയാണ്. ഇത് കണ്ടിട്ടല്ലേ പാർട്ടിയിലേക്ക് PC ചാക്കോ വന്നത് എന്നൊരു വിമർശനമാണ് തോമസ് കെ തോമസ് ഉന്നയിച്ചത്. ഇതേ തുടർന്നാണ് തോമസ് കെ തോമസ് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയത്. ഇത് പിന്നീട് യോഗം തുടരുകയും ചെയ്തു. അല്പസമയത്തിനുള്ളിൽ യോഗം ഇപ്പോൾ അവസാനിച്ചു. അല്പസമയത്തിനുള്ളിൽ PC ചാക്കോ മാധ്യമങ്ങളെ കാണും. ഇതിനുള്ള ഒരു വിശദീകരണം നൽകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നവമിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. രാജ്യാഭ്യൂഹങ്ങൾക്കിടെ മണിപ്പൂർ മുഖ്യമന്ത്രി N. ബീരേൻ സിംഗ് ഉടൻ ഗവർണറെ കാണും. മണിപ്പൂരിൽ ഇരുവിഭാഗങ്ങളും തമ്മിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച. ബീരേൻ സിംഗ് രാജിവെക്കരുതെന്നാണ് BJP സംസ്ഥാന ഘടകത്തിന്റെ നിലപാട്. മണിപ്പൂരിൽ സമാധാനത്തിന് ആഹ്വാനം ചെയ്ത് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം. മണിപ്പൂർ ജനതയുടെ ദുഃഖത്തിൽ പങ്കുചേരാനാണ് തന്റെ സന്ദർശനമെന്നും സമാധാനം തിരികെ കൊണ്ടുവരാൻ ആവുന്നത് ചെയ്യുമെന്നും രാഹുൽ പറഞ്ഞു. സംസ്ഥാനത്തുണ്ടായത് അതീവ ദുഃഖകരമായ സംഭവങ്ങളാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. I came here because I wanted to share the pain of the people of Manipur. It is a horrible tragedy that has taken place, very extremely sad and painful for all the people of Manipur and all the people of India as well. I went to the camps, met people from all communities. One of the things I would say to the government is that the basic amenities in the camps, they need to be improved. Food needs to be improved. Medicines need to be supplied. That complaint has come from the camps. And I would appeal to everybody in Manipur that we need peace. Peace is the most important thing. And my strong appeal to everybody that violence will not get anything for anybody. Peace is the way forward, and everybody should now talk about peace and start moving towards peace. Thank you. Please don't interrupt me. I'm here to help in any way I can to bring peace to the state. മണിപ്പൂർ ഗവർണറുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി. രാവിലെ ഹെലികോപ്റ്റർ മാർഗം മൊയ്റാങ്ങിൽ എത്തിയ രാഹുൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സന്ദർശനം നടത്തി. ഇന്നും റോഡ് മാർഗം സംഘർഷ മേഖലകൾ സന്ദർശിക്കാൻ രാഹുലിനെ മണിപ്പൂർ പോലീസ് അനുവദിച്ചിരുന്നില്ല. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും MG മിഥുൻ ചേരുന്നു. മിഥുൻ, ഇപ്പോൾ രാഹുലിന്റെ പ്രതികരണം ഉണ്ടായിരുന്നു, അതിനുശേഷം ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മണിപ്പൂരിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് മുഖ്യമന്ത്രി ബീരേൻ സിംഗ് രാജിവെച്ചേക്കുമെന്നുള്ള സൂചനകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ രാവിലെ മുതൽ തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി അദ്ദേഹം ഗവർണറെ കാണുമെന്നുമായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ വീണ്ടും അത് വൈകുന്നൊരു സാഹചര്യമുണ്ടായി. BJP സംസ്ഥാന ഘടകം രാജിവെക്കേണ്ടതില്ല എന്നുള്ള ആവശ്യം ബീരേൻ സിംഗിന് മുന്നിലേക്ക് വെച്ചു. പ്രതിനിധി സംഘത്തെ അവിടേക്ക് അയക്കുകയും ചെയ്തു, മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് അയക്കുകയും ചെയ്തു. ഇവർ നടത്തിയ കൂടിക്കാഴ്ചയിൽ പിന്നീട് വീണ്ടും ഈ ഒരു അനിശ്ചിതത്വം തുടരുകയും ചെയ്തു. 3 മണിയോടുകൂടി അദ്ദേഹം ഗവർണറെ കാണുമെന്നായിരുന്നു അറിയിച്ചത്. അതിനുശേഷം അദ്ദേഹം വസതിയിൽ നിന്ന് ഗവർണറെ കാണാനായി പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ തന്നെ വലിയ ഒരു ജനക്കൂട്ടം, അനുയായികളുടെ വലിയൊരു ജനക്കൂട്ടം ഈ മേഖലകളിലൊക്കെ തന്നെ തമ്പടിക്കുകയും ചെയ്തിരുന്നു. വലിയ മനുഷ്യ ചങ്ങല ചേർത്തുകൊണ്ടായിരുന്നു ആളുകൾ അവിടെ കൂടിയിരുന്നത്. അതായത് മുഖ്യമന്ത്രി രാജിവെക്കേണ്ടത് ആവശ്യമില്ല എന്നുള്ള നിലപാടുകൾ അനുയായികൾ അറിയിക്കുകയും ചെയ്തു. കൂടാതെ തന്നെ അദ്ദേഹം തയ്യാറാക്കിയ രാജിക്കത്ത് അനുയായികൾ കീറി എറിയുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ വലിയ പ്രതിഷേധവും അവിടെ അരങ്ങേറുകയും ചെയ്തു. തുടർന്ന് ഈ ഒരു നീക്കത്തിൽ നിന്ന് മുഖ്യമന്ത്രി ബീരേൻ സിംഗ്
പിന്മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം ഗവർണറെ കാണാനുള്ള തീരുമാനം റദ്ദാക്കിയിരിക്കുന്നു, ആ യാത്ര റദ്ദാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ നാടകീയ രംഗങ്ങൾ അവിടെ അരങ്ങേറുകയും ചെയ്യുന്നു. ഇന്ന് രാവിലെ രാഹുൽ ഗാന്ധിയും അവിടെ സന്ദർശനം തുടരുന്ന ഒരു പശ്ചാത്തലമായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം എത്തിയപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. കൂടാതെ അദ്ദേഹത്തിനെ അനുകൂലിച്ചെത്തിയ ആളുകളെ ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തെയും പോലീസ് തടയുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. കൂടാതെ കണ്ണീർവാതകം അടക്കം വേദി വിഭാഗത്തിലടക്കമുള്ള പ്രാതിനിധ്യമുള്ള ജനങ്ങളായിരുന്നു അവിടെ എത്തിയിരുന്നത്. അവിടെ കണ്ണീർവാതകവും ഒപ്പം തന്നെ ആകാശത്തേക്ക് വെടിവെക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയും ചെയ്യുന്നു. ഇന്ന് രാവിലെ വിഷ്ണുപൂർ അടക്കമുള്ള മേഖലകളിലേക്കായിരുന്നു സന്ദർശനം രാഹുൽ ഗാന്ധി നടത്താനിരുന്നത്. ആ മേഖലയിലേക്ക് റോഡ് മാർഗം പോകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം ഇന്നും പോലീസ് നൽകി, അതിനുള്ള അനുമതി നൽകുകയും ചെയ്തില്ല. തുടർന്ന് അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗമാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞ ആളുകളെയും ഒപ്പം തന്നെ അവിടുത്തെ ജനങ്ങളെയും ഒക്കെ കണ്ട് സംവദിക്കുകയും ചെയ്തത്. എന്തായാലും അതിനുശേഷം അദ്ദേഹം ഒന്നിനോട് കൂടി ഗവർണറെ കണ്ട കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. കൂടാതെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള എന്ത് സഹായവും നൽകുമെന്നുള്ള പ്രഖ്യാപനവും അദ്ദേഹം നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം തിരികെ ഇൻഫാലിലേക്ക് മടങ്ങുകയും ചെയ്ത് അവിടെ ഈ പൗരപ്രമുഖരടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം അദ്ദേഹം വൈകിട്ടോടുകൂടി ഡൽഹിക്ക് മടങ്ങുമെന്നാണ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ നാടകീയ രംഗങ്ങൾ മണിപ്പൂർ കേന്ദ്രീകരിച്ച് നടക്കുന്നു. അനുയായികൾ അദ്ദേഹത്തിന്റെ രാജിക്കത്ത്, മുഖ്യമന്ത്രി ബീരൻ സിംഗിന്റെ രാജിക്കത്ത് വലിച്ചെറിഞ്ഞ് കളയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അഭിലാഷ്, മിഥുൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മണിപ്പൂരിലേത് മതപരമായ വിഷയമല്ലെന്ന് സഭാ നേതാക്കൾക്കറിയാമെന്ന് BJP കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ. വംശീയ പ്രശ്നമാണ് മണിപ്പൂരിലേത് എന്നും ജാവ്ദേക്കർ. It is not religious, it is ethnicity. But when the situation is not normal and has to be made normal, that should be the first priority. Today is the day when we all should stand by government, because Amit Shah, Home Minister, is monitoring, Prime Minister is monitoring, and Amit Shah went there for 3 days, had 4 days meeting. Every day he is reviewing Manipur, and therefore I think the first priority is to restore peace. മണിപ്പൂരിലേത് മതന്യൂനപക്ഷത്തിന്റെ മാത്രം പ്രശ്നമായി കാണുന്നില്ലെന്ന് ഓർത്തഡോക്സ് സഭ. 2 വിഭാഗത്തിൽപ്പെട്ടവരും കൊല്ലപ്പെടുന്നുണ്ടെന്നും ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ. മണിപ്പൂർ പ്രശ്നത്തിൽ ഇതിനകം സഭ പ്രതിഷേധം അറിയിച്ചു. ആഭ്യന്തരമന്ത്രി തന്നെ പോയിട്ടും കലാപം തീർന്നില്ല. സൈന്യത്തിന്റെ കൂടുതൽ സാന്നിധ്യം ഉറപ്പാക്കാൻ ആർജവം കാണിക്കണമെന്നും കത്തോലിക്ക ബാവ. ഈ കലാപങ്ങൾ നിർത്തണമെന്നുള്ളത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം ഇത് വളരെ ഫലപ്രദമായി ഗവൺമെന്റ് ഇടപെടണം എന്നുള്ളത് ആവശ്യം പല പ്രാവശ്യം നമ്മൾ പറഞ്ഞു. ആഭ്യന്തരമന്ത്രി തന്നെ അവിടെ പോയിട്ടും ഈ കലാപത്തിനൊരു പരിഹാരം കണ്ടുപിടിക്കാൻ സാധിക്കാത്തതിൽ മലങ്കര സഭയ്ക്ക് വളരെയധികം ആശങ്ക ഉളവാക്കുന്നു. ഡിജിറ്റൽ രംഗത്ത് വലിയ വളർച്ച സംസ്ഥാനം നേടിയതിൽ ചീഫ് സെക്രട്ടറിയുടെ ഇടപെടൽ വലുതെന്ന് മുഖ്യമന്ത്രി. കാര്യങ്ങൾ കൃത്യമായി നിർവഹിച്ചു. കവി മധുസൂദനൻ നായർക്ക് VP ജോയി ഒരു നല്ല വെല്ലുവിളിയാകട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. വിവാദത്തിന് ക്ഷാമമില്ലാത്ത നമ്മുടെ നാട്ടിൽ DGP അനിൽകാന്ത് വിവാദത്തിൽ ഒന്നും പെട്ടില്ല. രാജ്യം ശ്രദ്ധിക്കുന്ന പോലീസ് സേനയായി കേരളത്തെ മാറ്റാൻ കഴിഞ്ഞതിൽ അദ്ദേഹത്തിന് നല്ല പങ്കുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചീഫ് സെക്രട്ടറി ഡോക്ടർ VP ജോയിയുടെയും സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്തിന്റെയും യാത്രയയപ്പ് യോഗത്തിൽ പ്രമുഖർ പങ്കെടുത്തു. Major work of a professor of Kerala University. People who had come there. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പരിഹസിച്ച സർവകലാശാല ചാൻസലർ ഗവർണർ കൂടിയായ ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളം NG സർവകലാശാലകളിൽ പല വകുപ്പുകളിലും 10 വർഷമായി ഫാക്കൽറ്റി ഇല്ല എന്നും ഗവർണർ. Don't allow MG University and Kerala University, you have departments but no faculty. Not even one faculty member. How they got this accreditation? What do I know? There are so many universities who are able to manage it. Because government cannot appoint such agencies, it will mean that government is interfering in the educational system. Therefore, government never forms this committee. I'm not going into that thing. What worries me is there is a department and there is no faculty member since last more than a decade. My concern is that. My concern is not accreditation. സിവിൽ സർവീസ് വിജയികളിൽ എത്ര പേർ കേരളത്തിൽ പഠിച്ചവരുണ്ടെന്ന് അന്വേഷിക്കണമെന്ന് ഗവർണർ. കേരളത്തിലെ സർവകലാശാലകൾക്ക് എങ്ങനെ മികച്ച അക്രഡിറ്റേഷൻ ലഭിക്കുന്നുവെന്ന് അറിയില്ലെന്നും ഗവർണർ.
യൂണിവേഴ്സിറ്റി ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുന്നതിനെതിരെ സർക്കാർ നിയമപരമായി നീങ്ങുന്നതിനെ സ്വാഗതം ചെയ്ത് ഗവർണർ. നിയമ പോരാട്ടത്തിന് പകരം കായികമായി നേരിടാനുള്ള രീതിയെയാണ് താൻ എതിർക്കുന്നത് എന്നും ഗവർണർ. Released the major work of a professor of Kerala University. People who had come there, they told me that they don't allow anybody who belongs to other organizations or who subscribes to a different viewpoint. They don't allow them to have any activity inside the university. Problem is using muscle power. Problem is not legal action. Legal action is fine. ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിനുള്ള പ്രീതി പിൻവലിച്ച നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഗവർണർ. മുഖ്യമന്ത്രിക്ക് തന്റെ നിലപാടല്ല, അതുകൊണ്ട് അദ്ദേഹം തുടരുന്നു. പ്രീതി നഷ്ടപ്പെട്ടു എന്നാൽ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കലല്ല എന്നും ആരിഫ് മുഹമ്മദ് ഖാൻ. ഫേസ്ബുക്ക് അക്കൗണ്ട് മരവിപ്പിക്കുകയാണെന്ന് ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരൻ. കടുത്ത സൈബർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. CPIM ഉന്നത നേതാവ് 2 കോടിയിലധികം രൂപ കൈതോലപ്പായിൽ പൊതിഞ്ഞ ഇന്നോവ കാറിൽ കൊണ്ടുപോയി എന്ന കുറിപ്പാണ് സൈബർ ആക്രമണത്തിന് വഴിതെളിച്ചത്. ഫേസ്ബുക്കിലെ അക്കൗണ്ട് മരവിപ്പിച്ചാലേ ഈ സമൂഹത്തിൽ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കൂ എന്നൊരു സന്ദേശമാണ് സൈബർ സംഘം നൽകുന്നത് എന്നും ശക്തിധരൻ. അവരുടെ കൺകണ്ട ദൈവത്തെ ആരും വിമർശിക്കാൻ പാടില്ല. വിമർശനങ്ങൾക്കും തെറ്റുതിരുത്തലുകൾക്കും അതീതനാണ് അവരുടെ ദൈവം എന്നത് എല്ലാവരും സമ്മതിച്ചു കൊടുക്കണം. ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ എന്നും ശശിധരൻ FB കുറിപ്പിൽ ചോദിക്കുന്നു. ജി ശക്തിധരന്റെ വെളിപ്പെടുത്തലിൽ DGPക്ക് നൽകിയ പരാതിക്ക് ഇതുവരെ മറുപടി ലഭിച്ചില്ലെന്ന് ബെന്നി ബെഹനാൻ MP. പോലീസ് മേധാവി ഭരണപരമായി മര്യാദ കാണിച്ചില്ല. ഇതിൽ MPക്ക് പരാതിപ്പെടാൻ പറ്റുന്ന ഇടങ്ങളിൽ പരാതിപ്പെടും. EDക്ക് കത്ത് നൽകുമെന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു. ഞാൻ കൊടുത്തൊരു പരാതിക്ക് ഇന്ന് വരെ കേരള പോലീസിന്റെ മേധാവിയിൽ നിന്നും ഞാനൊരു മറുപടി എനിക്ക് ലഭിച്ചിട്ടില്ല. ഒരു MP കൊടുത്ത ഒരു പരാതിക്ക് മറുപടി തരാൻ DGP വൈമനസ്യം കാണിച്ചതിൽ MP എന്ന നിലയിൽ എനിക്ക് പരാതിപ്പെടാവുന്ന ചില വേദികളുണ്ട്. അവിടെ ഞാൻ പരാതിപ്പെടും എന്ന് ഞാൻ ആമുഖത്തിൽ സൂചിപ്പിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് NCP യോഗത്തിന് ശേഷം PC ചാക്കോ മാധ്യമങ്ങളോട് തത്സമയം ഞങ്ങൾ ചെയ്യുന്നത് ജനറൽ ബോഡി യോഗം വിളിച്ചുകൂട്ടി ആ യോഗത്തിൻ്റെ സെൻസ്, അതിൻ്റെ ട്രെൻഡ് എന്താണ് എന്ന് അവർ മനസ്സിലാക്കുമ്പോൾ പിന്നെ അവർ വിഭാഗീയ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏതായിരുന്നാലും ഇന്ന് അപ്രതീക്ഷിതമായ ഒന്നും ഉണ്ടായില്ല. ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കുമെന്ന് നിങ്ങൾ കരുതിയെങ്കിലും അങ്ങനെ ഒന്നും ഉണ്ടായില്ല. വളരെ നല്ല ഒരു യോഗം. 249 പേര് പങ്കെടുത്തു. 21 പേര് ചർച്ചകളിൽ പങ്കെടുത്തു. നല്ലൊരു യോഗമായി. MLA പറയുന്നത് ഞാൻ ബഹിഷ്കരിച്ചു. സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് വളരെ മുതിർന്ന നേതാവാണ്, സീനിയർ നേതാവാണ്. അത്ര സീനിയറായ ഒരു നേതാവിന് പാർട്ടിക്ക് ആവശ്യമില്ല എന്നാണ് MLA. ആയിരിക്കാം. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമായിരിക്കാം അങ്ങനെ പറഞ്ഞെങ്കിലും. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത് PC ചാക്കോ തന്നെ വേണമെന്നാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. PC ചാക്കോ പ്രസിഡൻ്റായി വന്നതിന് ശേഷം പാർട്ടിക്ക് ധാരാളം പ്രയോജനം ഉണ്ടായിട്ടുണ്ട്, താങ്കൾ തുടരണമെന്നാണ് എന്നോട് തോമസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം വാക്ക് മാറ്റി പറയുമോ എനിക്ക് തോന്നുന്നില്ല. നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാൻ വഴിയില്ല. അദ്ദേഹം പറയുന്നത് ഇന്നത്തെ ഈ ഉള്ളിലുണ്ടായ സംഭവങ്ങളിൽ കുട്ടനാട് തകർക്കാനുള്ള ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഇല്ല, അങ്ങനെ ഒന്നും അദ്ദേഹം പറയത്തില്ല. അദ്ദേഹം അങ്ങനെ പറയണം എന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുട്ടനാടിനെ തകർക്കുക എന്നോ കുട്ടനാടെന്നൊരു വാക്ക് പോലും ഇന്നിവിടെ ആരും പ്രയോഗിച്ചില്ല. കുട്ടനാടെന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ നിയോജകമണ്ഡലമാണ്, അല്ലാതെ കുട്ടനാടെന്ന് പറയുന്നത് വേറെ ആരുടെയുമല്ല. കുട്ടനാടെന്ന് പറയുന്നത് NCPയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. കുട്ടനാടിനെ സംരക്ഷിക്കാനും കുട്ടനാട്ടിലെ ജനങ്ങളോടുള്ള ബാധ്യത നിറവേറ്റാനും NCP എന്ന പ്രസ്ഥാനത്തിനാണ് ഉത്തരവാദിത്വം. അല്ലാതെ കുട്ടനാട് വേറെ ആർക്കെങ്കിലും ഏൽപ്പിച്ചു കൊടുത്തേച്ച് കുട്ടനാടിനെ തകർക്കലല്ലല്ലോ ഞങ്ങളുടെ ജോലി. ഞങ്ങളുടെ കേരളത്തിലെ 3 നിയോജകമണ്ഡലങ്ങളിൽ ഒന്നാണ് കുട്ടനാട്. അപ്പോൾ കുട്ടനാടിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നത് NCPയുടെ ചുമതലയാണ്. അത് ഒരു വ്യക്തിക്ക് ഞങ്ങൾ വിട്ടുകൊടുത്തിട്ടില്ല. വളരെ സീനിയറായ ഒരു ലീഡറാണ്. കേവലം ഒരു പ്രവർത്തകനപ്പുറം ആര് താങ്കൾ എന്താ ചോദിച്ചത്? വളരെ സീനിയറായ അല്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ സഹോദരൻ മരിച്ചതുകൊണ്ട്
ഉണ്ടായ ഒരു ഒഴിവിൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു. അദ്ദേഹം ജയിച്ചു, MLA ആയി. ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു MLA ആണെന്നുള്ളത് ശരിയാണ്. ഇന്നിവിടെ വന്ന 250ഓളം ആളുകളെല്ലാം മുതിർന്ന എന്നത് വാക്കുതാൽ താങ്കൾ പറഞ്ഞല്ലോ, അദ്ദേഹത്തെക്കാൾ മുതിർന്നവർ തന്നെയാണ്. ഇന്ന് അദ്ദേഹം പറഞ്ഞത് ഇതിനകത്തുണ്ടായ തർക്കം എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ്. ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് അത് തിരുത്തിയപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ചില ആളുകൾ തന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയെന്നും ബിജു അടക്കം തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്, MLA പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ MLA പറയാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ പറയരുത്. കാരണം അദ്ദേഹത്തിനെ വ്യക്തിപരമായി മോശക്കാരാക്കരുത്. അദ്ദേഹം ഇവിടെ വന്നത് ഞങ്ങളുടെ ഇന്നത്തെ യോഗത്തിൻ്റെ അജണ്ട എന്ന് പറയുന്നത് അച്ചടിച്ചോ തയ്യാറാക്കി 400ഓളം പേർക്ക് അയച്ചു കൊടുത്തതാണ്. അതിനകത്ത് ആലപ്പുഴ ജില്ലയോ ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പോ ഒന്നും അതിൽ ദൃഢവസ്തുതയായിരുന്നില്ല. അദ്ദേഹം മീഡിയയ്ക്ക് തരികയാണെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കണം, ആ അജണ്ട ഒന്ന് കാണിക്കാമോ എന്ന് ചോദിക്കണം. ഞങ്ങളുടെ യോഗത്തിൻ്റെ അജണ്ടയിൽ ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ജനറൽ ബോഡിക്ക് ശേഷം ഈ ജനറൽ ബോഡി വരെയുള്ള കാലയളവിൽ 2 ജില്ലാ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിലൊന്ന് കൊല്ലമാണ്, അവിടെ പത്മാകരൻ പ്രസിഡൻ്റായി. മറ്റൊന്ന് ആലപ്പുഴയാണ്, അവിടെ സാദത്ത് ഹമീദ് പ്രസിഡൻ്റായി എന്ന് ഞാനിവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് തെറ്റാണെന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. ആലപ്പുഴയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, ശ്രീ ശരത് പവാറിൻ്റെ സാന്നിധ്യത്തിൽ തോമസും ഞാനും അടക്കമുള്ള ആളുകൾ ഒന്നിച്ചിരുന്ന് തീരുമാനിച്ചതാണ് ശ്രീ സാദത്ത് ഹമീദ് പ്രസിഡൻ്റാണെന്നുള്ളത്. അതിന് വിരുദ്ധമായ എന്തെങ്കിലും പ്രവർത്തനം അവിടെ നടന്നാൽ അതിനെ ശക്തിയായി അച്ചടക്കലംഘനമായി വിഭാഗീയതയായി കാണും എന്ന് ഇന്ന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഞാൻ ഈ യോഗത്തിൽ പറഞ്ഞു. ഡൽഹി മെട്രോയിൽ യാത്ര ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി സർവകലാശാല ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് മെട്രോയിൽ യാത്ര ചെയ്തത്. മെട്രോ യാത്രയ്ക്കിടെ പ്രധാനമന്ത്രി വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ഡൽഹി സർവകലാശാല ശതാബ്ദി ആഘോഷം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പുതിയ കമ്പ്യൂട്ടർ സെന്ററിനും സാങ്കേതിക വിഭാഗത്തിന്റെ കെട്ടിടത്തിനും മോദി തറക്കല്ലിട്ടു. രാജ്യത്തെ സർവകലാശാലകൾ ആഗോള ശ്രദ്ധ ആകർഷിക്കുന്നതായി പ്രധാനമന്ത്രി. दिल्ली यूनिवर्सिटी सिर्फ एक यूनिवर्सिटी नहीं बल्कि एक मूवमेंट रही है. इस यूनिवर्सिटी ने हर मोमेंट को जिया है. इस यूनिवर्सिटी ने हर मोमेंट में जान भर दी है. मैं इस ऐतिहासिक अवसर पर यूनिवर्सिटी के सभी प्रोफेसर्स और स्टाफ को, सभी स्टूडेंट्स और एल्यूमनाई को हृदय से बहुत बहुत बधाई देता हूं. തമിഴ്നാട്ടിൽ മന്ത്രി സെന്തിൽ ബാലാജിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയ നടപടി തിരുത്തി ഗവർണർ. കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തെ തുടർന്നാണ് ഗവർണറുടെ പിൻവാങ്ങൽ. തീരുമാനം മരവിപ്പിച്ചതായി രാജ്ഭവൻ ഉത്തരവിറക്കി. ചെന്നൈയിൽ ഗവർണർക്കെതിരെ പോസ്റ്റർ പതിച്ച DMK പ്രവർത്തകർ. കേസുകളുള്ള കേന്ദ്രമന്ത്രിമാരെ പുറത്താക്കാൻ ആവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് കത്തയക്കുമോ എന്ന് പോസ്റ്ററിൽ ചോദിക്കുന്നു. വി മുരളീധരൻ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരുടെ ചിത്രങ്ങൾ സഹിതമാണ് പോസ്റ്റർ. സീസറുടെ ഭാര്യ സംശയത്തിന് അതീതിയായിരിക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിക്കെതിരായി തമിഴ്നാട് ഗവർണറുടെ നീക്കം സംബന്ധിച്ച ചോദ്യത്തോടാണ് പ്രതികരണം. Nobody could have imagined that a person, after some charge has been made against him and matter is in the court, will continue as a minister. That those who are in public life, they are like Caesar's wife. They must be above suspicion. And if some suspicion has been cast, then first let them get their name cleared and then be there. So there is something called public morality. വിവാദങ്ങൾക്കിടെ 3 ദിവസത്തെ CPIM നേതൃയോഗങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാന സെക്രട്ടേറിയറ്റും യോഗവും തുടരുകയാണ്. നാളെയും മറ്റന്നാളും സംസ്ഥാന സമിതിയും യോഗം ചേരും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളാണ് നേതൃയോഗത്തിന്റെ മുഖ്യ അജണ്ട. വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദവും അത് SFI കൈകാര്യം ചെയ്ത രീതിയും CPIM നേതൃത്വത്തെ അലോസരപ്പെടുത്തിയിരുന്നു. SFIയെ തിരുത്തുന്നതിനുള്ള ചർച്ചകൾ സംസ്ഥാന സമിതിയിലുണ്ടാകും.
സർക്കാരിൻ്റേത് ഇരട്ട നീതിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഭരണപക്ഷത്തുള്ളവരെ കേസുകളിൽ നിന്ന് ഒഴിവാക്കാനാണ് ശ്രമം. കെ സുധാകരനെതിരെ കേസെടുത്തു. എം.വി. ഗോവിന്ദൻ ആരോപണത്തിൽ മൗനമാണെന്നും സതീശൻ. പരീക്ഷയില്ലാതെ പാസ്സായി എന്ന ആരോപണമുള്ള SFI സംസ്ഥാന സെക്രട്ടറി ഒരു കേസ് കൊടുത്തപ്പോൾ 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പേ മാധ്യമപ്രവർത്തകർക്കെതിരായും KSU പ്രസിഡന്റിനെതിരായും പ്രിൻസിപ്പലിനെതിരായും കേസെടുത്തു. ഇതെന്ത് ഇരട്ട നീതിയാണ്? ഇവിടെ CPM-കാർക്കെതിരായി ഗുരുതരമായ ആരോപണങ്ങൾ, സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകൾ, നിരന്തരമായ വെളിപ്പെടുത്തലുകൾ വന്നു. ഏതെങ്കിലും കാര്യത്തിൽ കേസെടുത്തോ? ഒരു കാര്യത്തിലും കേസെടുക്കില്ല. എല്ലാ കാര്യങ്ങളിലും മുഖ്യമന്ത്രി മൗനാവലംബിക്കുകയാണ്. മോർസൺ മാവുങ്ക തട്ടിപ്പ് കേസിൽ 2ാം പ്രതിയായി KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ മുൻകൂർ ജാമ്യം 2 ആഴ്ചത്തേക്ക് കൂടി നീട്ടി. 4ാം പ്രതി IG ജി ലക്ഷ്മണിയുടെ ഇടക്കാല മുൻകൂർ ജാമ്യവും 2 ആഴ്ചത്തേക്ക് നീട്ടി. ഹർജി അടുത്ത വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കോടതി സുധാകരന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. സുധാകരനെതിരെ CPIM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ വിവാദ പരാമർശത്തിൽ പ്രാഥമിക അന്വേഷണം. മൊഴി നൽകാൻ പരാതിക്കാരൻ പൊതുപ്രവർത്തകൻ പായ്ച്ചിറ നവാസ് ഹാജരായി. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.